ലോക വന്യജീവി ദിനത്തിൽ ഗുജറാത്തിലെ ഗിർ വന്യജീവി സങ്കേതത്തിലൂടെ സഫാരി നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനത്തിനുള്ളിലൂടെയുള്ള സഫാരി നടത്തുന്ന ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ചു. വന്യജീവികളെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിബദ്ധത പുലർത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. 2013 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുകയാണ്. വന്യജീവികളെയും വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. ഈ ദിനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം. വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സംഭാവനകളിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. സംസ്ഥാനത്തെ മന്ത്രിമാർക്കും മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒപ്പമാണ് മോദി സിൻഹ് സദാനിൽ നിന്ന് വെളുപ്പിന് സഫാരി ആരംഭിച്ചത്. ഗുജറാത്തിൽ മാത്രം കാണപ്പെടുന്ന ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രോജക്റ്റ് ലയണിനായി 2900 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗിർ വന്യജീവി സങ്കേതത്തിലെ സിംഹങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ പരിസര പ്രദേശങ്ങളിലെ ഗോത്രവർഗ സമൂഹങ്ങളുടെ പങ്ക് പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.